വൈശാഖ സിനിമ, വൈശാഖിന്റെ ഫിലിമ നല്ല ഉഗ്രം ഇടിയാണ്. ഓക്കെ, നല്ല പടമാണ്, കുഴപ്പമൊന്നുമില്ല. ഗംഭീരമായിട്ടുണ്ട്. സൂപ്പർ, സൂപ്പറാണ്, ഗംഭീരം, അടിപൊളി. പ്രത്യേക ഒരു എന്താ പറയാ, ഒരു ഇതുവരെ കാണാത്തൊരു റോളാണ് ഉദ്ദേശിച്ചത്. നന്നായിട്ട് അടിപൊളി പടമല്ല. ഇത്ര പൈസ കൊടുത്ത് നമുക്ക് ഇത്ര എന്റർടൈൻമെന്റ് ആയിട്ട് സമയം കളഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന പടം. സങ്കടപ്പെട്ട് ഇറങ്ങി വരണ്ട, ഭയങ്കര ഉഷാറായിട്ട് നല്ല മൂടായിട്ട് കണ്ട് ഇരുന്ന് സന്തോഷിച്ചിറങ്ങാം. അതുപോലെ തന്നെ അടിപൊളി മൂവി, നല്ല അടിപൊളിയായിട്ട് ഫൈറ്റ്, നല്ല വിഷ്വലൈസ്, നല്ല ഡയലോഗ്, എല്ലാം അടിപൊളി. ഗ്ലാമർ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല, അതിമനോഹരമായിട്ടുണ്ട് പടം. ബിന്ദു പണിക്കർ നമ്മൾ വിചാരിച്ച ബിന്ദു പണിക്കർ, കാരണം ബിന്ദു രണ്ടാമത് വന്നതുപോലെ, കാരണം ഇതേപോലെ ബിന്ദു പണിക്കർ രണ്ടാമത് കാണാൻ പറ്റും നമ്മൾ വിചാരിച്ചില്ല. കാരണം അത്ര ടയേർഡായിരുന്നു. ഇത് ഭയങ്കര ആരോഗ്യമായിട്ട് ഭയങ്കര ഡയലോഗ് കൊടുത്തിട്ട് ഭയങ്കര രസമുണ്ട്. വൈശാഖിന്റെ ഈ പടത്തിൽ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി, നല്ല സമ്മതിക്കാണ്ടത്, ഭയങ്കര ഇതുണ്ട്. ത്രില്ലർ കാണുന്നത്, നല്ല ത്രില്ല, ഭയങ്കര സൗണ്ട്, പിന്നെ സൂപ്പറായിരുന്നു. മമ്മൂട്ടിയുടെ നല്ലൊരു അഭിനയമായിരുന്നു. അടിപൊളി പടം, ഒന്നും പറയാം. പഞ്ചൊക്കെ എങ്ങനെയാണ്? പഞ്ച് സൂപ്പർ പഞ്ച്, നമ്മൾ ഇതുവരെ കാണാത്ത പഞ്ച്. അടിപൊളി, അടിപൊളി, തകർത്താട്, സൂപ്പറായി. ആക്ഷൻ ഒരുപാട് ഡൂപ്പിനൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഗംഭീരമായിട്ടുണ്ടോ? രോമാഞ്ചം കയറും. വില്ലന്റെ പെർഫോമൻസ് കുഴപ്പമില്ല, നന്നായിരിക്കുന്നുണ്ട്. അവന്റെ അഭിനയം കുഴപ്പമില്ല, എല്ലാം കൊണ്ട് നന്നായിരിക്കും. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി കാണുമോ? ഇഷ്ടപ്പെട്ടു, അടിപൊളി. കുഴപ്പമില്ല, ഒരു മാസ് മസാല എന്റർടൈനർ. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളി. ഉണ്ട്, അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തോ വിജയ് സേതുപതിന്റെ സൗണ്ടിലൊക്കെയാണ് നിർത്തിയത്. ചെറിയ ഡയലോഗിലൊക്കെ മമ്മൂട്ടിയുടെ ചെറിയ കോമഡി ഒക്കെ ഇറക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ കോമഡി ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല.